വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടരാശി. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി. ഇതിൽ 3 കാര്യങ്ങൾ മേടരാശിക്കാരെ സംബന്ധിച്ചോളം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനചലനം. അനുകൂലമായിട്ടുള്ള സ്ഥാനചലനം പ്രമോഷൻ ആകാം, ട്രാൻസ്ഫർ ആകാം, സാമ്പത്തിക മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചില എതിർപ്പ് ചില ഭാഗത്തുനിന്ന് ഉണ്ടാവുമെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റും. രണ്ടാമത്, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ബുധന്റെയോ ആദിത്യന്റെയോ ശുക്രന്റെയോ കാലഹോര സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം, എത്തേണ്ട കാര്യങ്ങൾക്ക് വിജയം അനുകൂലമായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, ഗൃഹത്തിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഉചിതമായിട്ടുള്ള സമയമാണ്. വാഹനം മാറ്റുക, പുതുതായിട്ട് വാങ്ങിക്കുക, ചേഞ്ച് ചെയ്തെടുക്കുക അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹത്തില് ഈ പച്ചക്കറിത്തോട്ടം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ മെച്ചവും ഗുണവും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഈശ്വരാധീനത്തിന് ഗണപതി ഭഗവാന് വിഘ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വിഘ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നാളികേരം ഉടയ്ക്കുക, കറുകമാല ചാർത്തുക, ഇതെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് ഉത്തമമാണ്, അനുകൂലമാണ്. അതിൻ്റെ ഫലം അനുകൂലമായിട്ട് നമുക്ക് കിട്ടും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരില് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട്. ഒന്ന്, പഠന സംബന്ധമായിട്ട് പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്ക് കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കുറച്ച് അധിക ശ്രദ്ധ വേണം. 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ റിസൾട്ടിൽ നല്ല പ്രതീക്ഷയോടുകൂടി എഴുതാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ച് 1-2 പേപ്പർ ശ്രദ്ധിക്കണം. അതിൽ കണക്കും ബയോളജിയാണോ കെമിസ്ട്രിയാണോ. ഇതിന് ആഞ്ജനേയ സ്വാമിക്ക് ഒരു പ്രാർത്ഥന പ്രത്യേകം ചെയ്യണം, നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് നല്ല വിജയം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായിട്ട് വരും. ഡിഗ്രി അതും മുകളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില കൺഫ്യൂഷൻസ് വരുന്ന സമയമാണ്. ഈ കോഴ്സിൽ നിന്ന് മാറി ചിന്തിക്കണമോ, മാറിപ്പോകണമോ, വിദേശത്ത് പോയി പഠിക്കണമോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനൊരു ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സമയമായിട്ടില്ല. മാർച്ച് ഏപ്രിൽ കഴിയണം. വ്യക്തതയായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട എന്നുള്ളതാണ് ചുരുക്കം. ഇവിടെ വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ അനുകൂല ഫലം നമുക്കുണ്ടാകും. കോൺഫിഡൻസ്, നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അതോടൊപ്പം ചില സ്നേഹബന്ധങ്ങൾ, അഫയർ എന്നുള്ളത് മാത്രമല്ല, വളരെ നല്ല നിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ ഒലയുന്ന സമയം, ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിനെ ചൊല്ലി മനസ്താവപ്പെട്ടിട്ടോ, ചിന്തിച്ചിട്ടോ, കരഞ്ഞിട്ടോ, ടെൻഷൻ അടിച്ചിട്ടോ, മൂഡ് ഔട്ടായിട്ടോ കാര്യമില്ല. നഷ്ടം നമുക്കാണ്. ആ ബന്ധം വീണ്ടും തിരിച്ചു വരാനും തെറ്റിദ്ധാരണ മാറാം. ചിലപ്പോൾ മറ്റുള്ളവർ മുഖാന്തരമായിരിക്കാം. പക്ഷേ നമ്മളെ അത് കൂടുതൽ ഉലയ്ക്കാതെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യം. നമ്മുടെ കാര്യങ്ങളെയും നമ്മുടെ മറ്റു കാര്യങ്ങളെയും അത് നഷ്ടത്തിലാക്കാൻ പാടില്ല. പഠനമായിരുന്നാലും ജോലിയായിരുന്നാലും എന്ത് കാര്യമാണ്, അത് ശ്രദ്ധിക്കണം. ശിവഭഗവാന് ജലധാര ചെയ്യുന്നത് വളരെ വിശേഷം. ജലധാര 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ, ജാമ്യ വ്യവസ്ഥാ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി മാത്രമേ നമ്മൾ ഇടപാടാനും നിൽക്കാനും ഉറപ്പ് കൊടുക്കാനും പാടുള്ളൂ. സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വെട്ടിലായി ചതിയിലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കങ്ങൾ മാറി സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള ചില അനുകൂല മാറ്റം ഉണ്ടാകുന്ന സമയം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുന രാശി. ഇവിടെ 2 കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, കുടുംബപരമായിട്ടുള്ള ശത്രുദോഷത്തിൽ നിൽക്കുന്ന, വിരോധം വൈരാഗ്യത്തിൽ നിൽക്കുന്ന, പൂർവികമായിട്ടെന്ന് പറയാൻ ഒക്കില്ല, കുടുംബപരമായിട്ട് കുറച്ച് പുറകോട്ട് അവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കാണുന്നു. എതിർപ്പുകൾ, അനാവശ്യമായിട്ടുള്ള കൈകടത്തുകൾ, കടന്നു കയറ്റുന്നവർ, അതൊന്ന് ശ്രദ്ധയോടുകൂടി നിന്ന് നയത്തിൽ അത് കൈകാര്യം ചെയ്തു പോകേണ്ടതാണ്.
വീണ്ടും പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, വീട് മാറണോ വേണ്ടേ എന്നുള്ള ചില തോന്നലുകൾ ഉണ്ടാകാം. ഉടനെ മാറേണ്ട കാര്യമില്ല. ഒരു 3 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മാറ്റം വീട്ടിനകത്ത് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ്, പലതരത്തിലും കാര്യങ്ങൾ നെഗറ്റീവ്സ് ആയിരിക്കാം. നിരന്തരം രോഗങ്ങൾ, മരുന്ന് മാറാത്ത അവസ്ഥ, സാമ്പത്തിക നഷ്ടങ്ങൾ, പരസ്പരമുള്ള കലഹങ്ങൾ, പരിസരത്തുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കണ്ടായിരിക്കാം മാറണമെന്ന് തോന്നുന്നത്. ഒരു ലക്ഷ്മി സാന്നിധ്യ കുറവ്, സന്തോഷമില്ലായ്മ, ഒരു സംതൃപ്തി ഇല്ലായ്മ, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് പരിഹരിച്ച് മേടം 10-ന് ശേഷം മുന്നോട്ട് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഗൃഹത്തിൽ നല്ലൊരു വിഘ്നേശ്വര പൂജ, ഗണപതി ഹോമമായിട്ടോ മറ്റോ ചെയ്താൽ വളരെ നല്ല സമയം. പുണർദത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കിടക രാശി. കർക്കിടക രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ പോയി ഇടപെടുന്നതുകൊണ്ട് തെറ്റിദ്ധാരണ മൂലം കുറച്ച് വിരോധങ്ങൾ കൂടി വരുന്ന സമയം. ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളിൽ നമ്മളെയും കൂടി ബലിയാടാക്കി പുകച്ചു ചാടിക്കാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ വക പ്രശ്നങ്ങൾ വീണ്ടും നേരിടേക്കാം. മറ്റൊരു ജോലി സാധ്യത, മറ്റൊരു ഓപ്പർച്യൂണിറ്റി തേടണോ വേണ്ടിയോ എന്ന് വരെ തോന്നിപ്പോകും. അതോടൊപ്പം യൂറോപ്യൻ മേഖലയിലേക്ക് വർക്ക് ചെയ്യാനോ ബിസിനസ്സിനോ അല്ലെങ്കിൽ തൊഴിലിനോ പഠനത്തിനോ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയം. പോയി കഴിഞ്ഞാൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ, അവിടെ ചില ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സഹായവും സഹകരണവും നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തൃശൂരിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. വ്യാപാര മേഖലയിൽ ഇടിവുണ്ടാകുന്ന സമയം. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കോട്ടങ്ങൾ, നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ കടം വാങ്ങി അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമല്ല, പ്രത്യേകിച്ച് മേടമാസം കഴിയുന്നത് വരെ. പരിസരത്തുള്ള ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എതിർപ്പുകൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന സമയമാണ്. എപ്പോഴും നോക്കിയാലും നമ്മുടെ ഭാഗത്തേക്കായിരിക്കും കണ്ണ്. ഇവിടെ എന്ത് നടക്കുന്നു, ആര് വരുന്നു പോകുന്നു എന്നുള്ളതിലുള്ള ഒരു വല്ലാത്ത അസൂയയും വൈരാഗ്യവും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്താൽ കർക്കിടക രാശിക്കാരിൽ ബാധിച്ചിരിക്കുന്ന ഈ വക പ്രശ്നങ്ങൾ നല്ലൊരു മാറ്റമുണ്ടാകും. ശനി, രാഹു ദോഷങ്ങൾ ഒരു പരിധി വരെ നമ്മളെ വിട്ടകലും. 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം അയ്യപ്പക്ഷേത്ര ശാസ്താവിന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല വിവാഹ പ്രപ്പോസലുകൾ വരാനും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേടത്തിനും ചിങ്ങത്തിനും ഇടയ്ക്ക് ശരിയായിട്ടുള്ള ബന്ധം, നമ്മുടെ വീടും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന പൊരുത്തമുള്ള നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അനുകൂല സമയമാണ്. ഉത്തമ സന്താന ഭാവയോഗം പോസിറ്റീവായിട്ട് നമുക്ക് കാണാനും കുടുംബത്തിലെല്ലാവർക്കും ആ സന്തോഷം ഭഗവതി കടാക്ഷത്താൽ ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ ശിവശക്തിക്ക്, ശിവപാർവതി സങ്കല്പത്തില് ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്യുന്നത് ഈ വക തടസ്സങ്ങളോ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ നമുക്ക് ഈശ്വര കടാക്ഷം അനുകൂലമാക്കാൻ സഹായിക്കും. ചിങ്ങൻ രാശിക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ, തർക്കത്തിൽ നിൽക്കുന്ന, വ്യവഹാരത്തിൽ നിൽക്കുന്നതൊക്കെ സെറ്റിൽമെന്റിൽ വന്ന് നമുക്ക് ചെറിയ വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ അനുകൂലിച്ച് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ചില സ്നേഹബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ, ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ സാഹചര്യവും ചിലരുടെ സമ്മർദ്ദവും നമ്മളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതിനെപ്പറ്റി ആലോചിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടോ പുറകെ പോയിട്ടോ കഥയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ തകർച്ച വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
ചിങ്ങൻ രാശിക്കാരിൽ ദൈവാധീനം നല്ല രീതിയിൽ കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് വരുന്നെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അതിന് ഉചിതം. ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉചിതം. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. കന്നിരാശിക്കാരിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനത്തോടു കൂടി പറയണം. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതോടൊപ്പം പുതിയ വസ്തു വാങ്ങാന് അല്ലെങ്കിൽ ഗൃഹം വാങ്ങാന് യോഗം കാണുന്നുണ്ട്. പുറമേക്ക് ചില പ്രശ്നങ്ങളിൽ നമുക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ വേറെ പ്രയാസപ്പെടുത്തണ്ട എന്നുള്ള ദുഃഖത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മളിൽ കൂടി തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചില വഴികളും കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം. പക്ഷെ അതിന് ചില വ്രതശുദ്ധികൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പൗർണമി വ്രതം, ഷഷ്ഠി വ്രതം, പ്രദോഷ വ്രതം, ഏകാദശി വ്രതം, അത് ഏത് വേണമെങ്കിലാണ്. അപ്പൊ ഈ വ്രതത്തിന് അതിൻ്റെതായുള്ള ഒരു പവർ നമുക്ക് നമ്മളിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. മുമ്പ് വ്രതങ്ങൾ എടുക്കുന്നത് കൂടുതൽ അമ്മമാരാണ്, വീട്ടിലെ അമ്മമാരാണ്. അത് അവർക്ക് വേണ്ടിയല്ല എടുക്കുന്നത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ അത് തണുപ്പിച്ച് പരിഹരിച്ചു പോകാനുള്ളത്. അപ്പൊ ആ വ്രതങ്ങളെന്ന് പലരും മറന്നു പോകുന്നു, അല്ലെങ്കിൽ മാറ്റിവെക്കും. അത് ഈ കന്നിരാശിക്കാരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വക ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവരെ സംബന്ധിച്ചും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഈ വ്രതം, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാ മതക്കാർക്കും വ്രതങ്ങൾ, നോമ്പുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് സമയവും സന്ദർഭവും സാഹചര്യവും നമ്മൾ കണ്ടെത്തി അനുഷ്ഠിക്കേണ്ടത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അത് വളരെ ഗുണം ചെയ്യും. കന്നിരാശിക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശിരസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, തലവേദന, നിരന്തരം ചെവി വേദന അല്ലെങ്കിൽ പല്ലുവേദന, ഇങ്ങനെയൊക്കെയുള്ള ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗമാണ്. അതിനുള്ള പരിഹാരം, ട്രീറ്റ്മെന്റ് ചെയ്യാൻ വീണ്ടും നീട്ടിവെക്കുന്നത് ഉചിതമല്ല. ശ്രീ രാജരാജേശ്വരി മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിത്തിരത്തര, ചോതി, വിശാഖത്തിൽ മുക്കാൽ, തുലാം രാശി. തുലാം രാശിക്കാരിൽ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം. കാരണം ഇന്റർവ്യൂ കഴിഞ്ഞു, അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതി മെയിൻ ലിസ്റ്റിൽ വന്നു, ഡിലേ ആകുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഇന്റർവ്യൂ കഴിഞ്ഞു, അതിന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം, നമുക്ക് അർഹമായിട്ടുള്ളത് വരാനുള്ള സാധ്യതയും ജോയിൻ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ 3 ഇന്റർവ്യൂ ഇനി ഉണ്ട്. അത് മാർച്ച് ഏപ്രിലോട് കൂടി അതിൻ്റെ ടെസ്റ്റോ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് അതിലൊന്ന് മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്ട് ആവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതോടൊപ്പം വിദേശത്ത് ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങൾ തുലാം രാശിക്കാരിൽ മനോവിഷമവും ബുദ്ധിമുട്ടും നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യത 2 കാര്യത്തില്ല. അതിലൊന്ന് ഏജ് ഓവർ, 2 ഓവർ എക്സ്പീരിയൻസ്. ഇത് രണ്ടും കൊണ്ട് നമ്മളെ ഒഴിവാക്കാനുള്ള ചില പദ്ധതികൾ നമ്മളും പെടാനുള്ള സാധ്യത. ആ പദ്ധതിയിൽ നമ്മളും പെട്ട് തിരിച്ചു വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഒരു കരുതൽ വേണം. വേറൊരു ഓപ്ഷനും കൂടി നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ശ്രമിച്ചാൽ നടക്കും. സുബ്രഹ്മണ്യ ഭഗവാന് 3 വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകത്തിന് കൊടുത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. സനൽകുമാര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തുലാം രാശിക്കാരിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ, വീഴ്ചകൾ, കുറച്ച് കരുതലും ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ വേണ്ടതാണ്. ഇതിനു മുമ്പ് 2 സന്ദർഭങ്ങൾ ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടി. അത് ഈ വരുന്ന മേടം 10 വരെ, ഏപ്രിൽ 24 വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. വിശാഖത്തേക്കാൾ അനിഴം, തൃക്കേട്ട, വൃശ്ചിക രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം, അത് ഹസ്ബൻഡ് വഴിയായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ നിന്നായിരുന്നാലും, അല്ലെങ്കിൽ അമ്മ വഴിയായിരുന്നാലും അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നായിരുന്നാലും, അത് നമുക്കോ നമ്മുടെ കുടുംബത്തിനെയോ ശാപമായിട്ട് ബാധിക്കാൻ പാടില്ല. ഇവിടെ ലക്ഷ്മി നാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത്
ചന്ദ്രക്കല ശിവന്, താലി ഭഗവതിക്ക് നാമം വിഷ്ണു ഭഗവാന് സമർപ്പിച്ച് പ്രായശ്ചിത്ത സമർപ്പണം ചെയ്യാം. അതിന് ചതുർക്രിയ ചെയ്ത് ചതുർദോഷ ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. അമൃത്, ചമത, എരിക്ക്, പേരാല്, ഇത് ചതുർക്രിയ സമർപ്പണം അഘോര കർമ്മം ചെയ്ത് സമർപ്പിക്കുന്നത് വളരെ വിശേഷം. ഈ വക ശാപം, പാപം, ബന്ധനം, സ്തംഭനം, ആ ചതുർദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അത് ഒഴിവായിപ്പോ. ഉഗ്ര നരസിംഹ യന്ത്രം ഗൃഹത്തിൽ വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. നരസിംഹ യന്ത്രം, നരസിംഹ കവചം വളരെ വിശേഷമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ പൂർവികമായിട്ടുള്ള ചില ശാപപാപങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ദുർമൃതി ശാപങ്ങളും അതിൻ്റെ കൂടെ വരാം. കുഞ്ഞു മരിച്ചതിന് കന്നിയായിട്ടുള്ളതുണ്ടെങ്കിൽ അതും വരാം. കുടുംബത്തിലെ മന്ത്രമൂർത്തി, യോഗീശ്വരൻ, തമ്പുരാൻ ഇത്യാദി ശക്തികളെ കുടുംബ പരദേവത, കുലദൈവ സ്ഥാനത്ത് വെച്ചാരാധിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു തുണ അല്ലെങ്കിൽ ഒരു അനുകൂലം നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മുമ്പ് ദേവപ്രശ്നം നോക്കി പരിഹാരം ചെയ്തത് പൂർത്തീകരിക്കാത്തതിൻ്റെ ഭാഗം, അതും ചിലപ്പോൾ ഒരു വർഷത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഭാഗവാക്കായിട്ട് നമ്മുടെ പങ്കും നമ്മുടെ സമർപ്പണവും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ സഹകരിക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും കൂടെ ഈശ്വര കടാക്ഷം. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ഗൃഹത്തിലെ ചില കാര്യങ്ങളിൽ അസ്വസ്ഥത, ടെൻഷൻ ഉണ്ടാകും. ഡിവോഴ്സ് തന്നെ വേണോ വേണ്ടയോ എന്ന് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ കാര്യത്തിലുള്ള പ്രശ്നം. എന്നാൽ കുട്ടികളാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാനാണ് ശരി, ഞാനേ ശരിയുള്ളൂ, ഈ തരത്തിലുള്ള വാശി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിലും അത് കുറച്ചു കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഗൃഹാന്തരീക്ഷം ശരിയാവും. 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഡിവോഴ്സിലേക്ക് വരിക. ഒന്നുകിൽ അധികമായിട്ടുള്ള കടബാധ്യത മൂലമുള്ള പ്രശ്നങ്ങളും, ഈ കടങ്ങളെല്ലാം കൊണ്ട് എനിക്കിനി ഇയാളുടെ കൂടെ പറ്റില്ല, അല്ലെങ്കിൽ ഈ കടങ്ങളെല്ലാം വരുത്തി വെച്ചത് നമുക്കിനി പിരിയാം. 2, അവിഹിത ബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണ, ദേഷ്യം, വാശി, എന്തോ ഇനി എനിക്ക് ഈ മനുഷ്യരെ വിശ്വാസമില്ല, എനിക്ക് ഈ എവളെ ഇനി വിശ്വസിക്കാം, ഇങ്ങനെയുള്ളവർ. 3, അമിതമായിട്ടുള്ള മദ്യ ഡ്രഗ് ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് 3ആണ് കൂടുതൽ. അപ്പം അത് എവിടെയാണോ ട്രീറ്റ്മെന്റ് വേണ്ടുന്നത്, ചികിത്സ വേണ്ടുന്നത്, അത് നമ്മൾ വിധേയമായേ പറ്റൂ. കൺസൾട്ടേഷനായിരിക്കും, കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, അതല്ല ഡ്രഗിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതങ്ങനെ, അതല്ല ഈ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യത്തിനാണെങ്കിൽ അത് മറ്റുള്ളവരെ ഡിസ്കസ് ചെയ്ത് ചെയ്യുക. എല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് നമ്മുടെ ഉള്ളിൽ ഒതുക്കി പോയാൽ ഇതൊന്നും ഒരു പരിഹാരം പറ്റില്ല. ഈശ്വര കടാക്ഷം പരിഹാരത്തിന് വേണ്ടി ധനരാശിക്കാരെ സംബന്ധിച്ചോളം ഇപ്പം ചെയ്യേണ്ടത് ഗൃഹത്തിൽ നല്ലൊരു ഗണപതി ഹോമം ചെയ്യാം. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ശർക്കര, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, അപ്പമട, കരിമ്പ് തുടങ്ങിയത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ ദ്രവ്യങ്ങൾ അഷ്ടമന്ത്രങ്ങളെ കൊണ്ട് ഭഗവാന് സമർപ്പിക്കുക. വിഘ്നേശം സവരശ്വ ദാക്ഷപടിക ദന്തോല്ലസൽ ലഡ്ഢുകേറുർബർ എന്ന് ധ്യാനത്തിൽ പറയുന്ന പോലെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും ഗണനാഥനായിട്ടുള്ളത് ആ ഭഗവാനെ അഗ്നിയിൽ പൂജിക്കുക. ഫലമുണ്ടാവും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായി മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാവും. ഇത് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഈശ്വരാധീനം കാണുന്നുണ്ട്. മുടങ്ങി വെച്ചത്, കടമായിട്ട് വെച്ചത്, മാറ്റി വെച്ചത്, നീട്ടി വെച്ചതൊക്കെ പറയാം. അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. എന്താ മുടങ്ങി വെച്ചത്? യാത്രകൾ, തീർത്ഥയാത്ര, ഉല്ലാസയാത്ര എന്നൊക്കെ പറയാം. അതോടൊപ്പം കടങ്ങൾ എന്ന് പറയുമ്പോൾ നേർച്ചകൾ, ഗുരുവായൂരായിരിക്കാം, തിരുപ്പതി ആയിരിക്കാം, കാളഹസ്തി ആയിരിക്കാം, മൂകാംബയിലായിരിക്കാം, അതെല്ലാം അവരവരുടെ മനസ്സിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ള ആ നേർച്ചകളുടെ മുടക്കം, കടം, അത് തീർക്കണം. പിന്നെ 3-മതൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൽ പൊട്ടലുണ്ടായിരിക്കുക.
ഏതെങ്കിലും ചുമര് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് ചെറിയ രീതിയിൽ വാസ്തു പൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ വിശേഷമാണ്. ഗൃഹത്തിലോ സ്ഥാപനത്തിലോ അതിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിക്കും. വീണ്ടും സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കയറ്റവും ഒരു ഇറക്കവും എന്നുള്ളത് സത്യമാണെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള തൃപ്തിക്കുറവുണ്ടെങ്കിൽ അതൊരു ഡിസ്കഷൻ, അത് മീറ്റിംഗ് വെച്ച് അത് പരിഹരിച്ച് കാര്യങ്ങൾ തുറന്നു പറയും. പരസ്പരം ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. മാറി നിൽക്കുകയും മാറ്റി നിർത്തുകയും അരുത്, എങ്കിൽ അത് മൊത്തം കൊളാപ്സ് ആവും, കുഴപ്പമാവും. അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുംഭൻ രാശിക്കാരിൽ ശരിയായുള്ള നല്ല പ്രപ്പോസൽ വന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. അപ്പം അതിന് സ്വന്തക്കാർ വഴിയുള്ള പ്രപ്പോസൽ വരുന്നെങ്കിൽ കഴിയുന്നതും ജാതകത്തിന്റെ ഘടനയും പാപസ്വാമ്യവും യോജിപ്പിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാളെ സന്താന ഭാഗ്യം ഡിലേ ആകുന്ന സങ്കടാവസ്ഥ വരാൻ പാടില്ല. പൊരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി, മീനരാശി ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ചു പോകണം. കലാപരമായിട്ടുള്ള കാര്യത്തിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നൃത്തം, സംഗീതം, വാദ്യോപകരണം, ഇതിൽ ഒത്തിരി സാധ്യതകൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് ഇനി അങ്ങോട്ട്. അതോടൊപ്പം ചില പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊളിറ്റിക്സ് മേഖലയിലായാലും സംഘടനാ മേഖലയിലായിരുന്നാലും നിൽക്കുന്നവർക്ക് കോട്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ തലയിടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളെ ഒറ്റപ്പെടുത്തി പോകച്ച് ചാടിക്കുമ്പോൾ നമ്മൾ പോലും അറിയില്ല. വളരെ കരുതലോടുകൂടി നിൽക്കേണ്ട സമയമാണ്. അതോടൊപ്പം യാത്രാ സംബന്ധമായുള്ള കാര്യങ്ങൾ ബുധന്റെ, ശുക്രന്റെ, വ്യാഴന്റെ കാലഹോരയിൽ ചെയ്യുന്നത് വളരെ വിജയം. പോകുന്ന കാര്യങ്ങൾ ഗുണകരമായിട്ട് നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ സഹായകരമാണ്. പ്രേമബന്ധ വിവാഹങ്ങൾ കുറച്ച് നീട്ടിവെക്കേണ്ടി വരും. പ്രശ്നങ്ങൾ കലുഷിതമാക്കും. ചില കാര്യങ്ങളിൽ ടെൻഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത നിരന്തരം നമ്മളെ ഇവിടെ ആത്മീയമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊന്ന് കൊടുക്കാൻ അത് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാ കാര്യത്തിലും ഒരു ഒറ്റപ്പെടുത്തലും ടെൻഷനും ആയി നിൽക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം നേടിയെടുക്കുക എന്നുള്ളതേ പറയാൻ പറ്റും. അത് ദൈവാധീനം അനുകൂലമാണ്. മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു 3 പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ മേഖലയിൽ ചില വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ നമുക്ക് അനുകൂലമാക്കി വരാനുള്ള സാധ്യതയുണ്ട്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റം വരുന്ന സമയമാണ്. അതോടൊപ്പം കൃഷി, കർഷക രീതിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കാലാവസ്ഥയുടെ പ്രശ്നം എന്നാൽ എന്ത് പ്രശ്നം എന്നാലും ശരി തന്നെ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങൾ നികത്താനുള്ള ചില മാർഗങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. സഹായം ഉൾപ്പെടെ, സർക്കാരിൻ്റെ സഹായം ഉൾപ്പെടെ. അപ്പൊ കാര്യങ്ങൾ, വിളവെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചില മുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ തല പുകയ്ക്കാതെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ചില ബന്ധങ്ങളിൽ, ചില കാര്യങ്ങളിൽ, ചില ഫംഗ്ഷൻ പോകാൻ പറ്റിയിട്ടില്ല, മുടങ്ങിയിട്ടുണ്ട്, അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അത് പരിഹരിച്ച് വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്യുക. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പുതുക്കിയെടുക്കേണ്ട നമ്മുടെ ആവശ്യം, മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പേരിൽ തെറ്റില്ല, നമ്മളാരെയും വഞ്ചിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ മാറി നിൽക്കണം? ഒരു കുറ്റബോധം, അപകർഷതാ ബോധം ചില സമയത്ത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആദിത്യ പ്രഭാ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഈശ്വരാധീനം, ദൈവാധീനം നമുക്ക് ഗുണകരമായിട്ടുണ്ട്. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച